ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മോളുടെ ഹെയർ കെയർ ആണ്. ഇതാണ് മോളുടെ ഹെയർ. നല്ല തിക്നെസ് ഉണ്ട്, നല്ല നീളമുണ്ട്. ഞാൻ ഒത്തിരി വളർത്തിയെടുത്തതാണ്. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ചെയ്തത്, ഇവളുടെ തലയിൽ എണ്ണ കാച്ചിയാണ് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ കാച്ചി തേച്ച് കൊടുക്കുന്നതിന് വേണ്ടുള്ള ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം. കുറച്ച് തുളസി ഇല എടുക്കുക, കൃഷ്ണ തുളസിയുടെ ഇല തന്നെ എടുക്കുക. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി എടുക്കുക. പിന്നെ കുറച്ച് കറ്റാർ വാഴ എടുക്കുക. ഇതെല്ലാം നന്നായിട്ട് കഴുകി വാഷ് ചെയ്തതിന് ശേഷം അതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഗ്രൈൻഡ് ചെയ്യുക. കറ്റാർ വാഴ അതേപോലെ ഇട്ട് തന്നെ കട്ട് ചെയ്ത് ഗ്രൈൻഡ് ചെയ്താൽ മതി. അതൊന്നും ചെത്തി കളയൊന്നും വേണ്ട. ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം നല്ല നാടൻ വെളിച്ചെണ്ണ എടുക്കുക. ഞാൻ 1/2 ലിറ്റർ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. എടുത്തതിന് ശേഷം ഒന്ന് ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ച് ചെറുതായിട്ടും ചൂടാക്കിയതിന് ശേഷം ഗ്രൈൻഡ് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ആ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോവും. ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് കളർ വെളിച്ചെണ്ണ ബ്ലാക്ക് ആവും. ബ്ലാക്ക് കളറായതിന് ശേഷം വാങ്ങി ചൂടായതിന് ശേഷം ഒന്ന് അരിച്ചെടുത്ത് ഒരു കുപ്പിയിലോ മാറ്റി വെക്കുക. എന്നതിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്യുക. അരിച്ചെടുത്ത് തലയിൽ തേക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അരിക്കാണ്ട് ചെയ്യുന്നവർക്കും ചെയ്യാം. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ആഴ്ചയിൽ 2 തവണയാണ് ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. 10-15 മിനിറ്റ് വച്ചതിന് ശേഷം മാത്രമേ വാഷ് ചെയ്ത് കൊടുക്കാറുള്ളൂ. ആഴ്ചയിൽ 2 തവണയും ഞാൻ തലമുടിയും കഴുകി കൊടുക്കാറുള്ളൂ. എൻ്റെ മുടിയും നല്ലപോലെ വളർന്നിട്ടുണ്ട്, പക്ഷേ ഞാനത് കാണിക്കുന്നില്ല. കളർ ചെയ്തിരിക്കുന്നു തലമുടിയിൽ, അതാണ് കാണിക്കാത്തത്. അപ്പം മുടി വേണമെന്നുള്ളവർ ഞാൻ കാണിച്ചെന്ന ഇതേപോലെ ഒന്ന് കാച്ചി ഒന്ന് തലയിൽ തേച്ച് 2-3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും, ഉറപ്പാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. എന്നിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ടും ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.